കൊലവിളി. അയ്യോ, കൊലവിളിക്കുന്നേ, ആരെങ്കിലും ഓടി വരണേ. BJP പ്രവർത്തകർക്കെതിരെ ഒരു പാസ്റ്റർ നിന്ന് കൊലവിളിക്കുന്നേ. BJP പ്രവർത്തകർക്കെതിരെ ഈ KA തോമസ് നടത്തിയ കൊലവിളി. ഈ മലം ചാനല് മലർന്നു കിടന്ന് തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അനാഥാലയവും വൃദ്ധസദനവും പീഡനവും ഒക്കെ വിട്ടു. ഇപ്പൊ കൊലവിളി 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 കൊലവിളി. വടക്കേ ഇന്ത്യയിലെ ഓരോരുത്തന്മാര് നടത്തുന്ന പ്രസ്താവന അങ്ങ് വിടാം, കാരണം അവരെ തലയിൽ ചാണകമാണെന്നെങ്കിലും പറയാം. പക്ഷെ കേരളത്തിൽ ഇവിടെ സാക്ഷരതയുള്ള കേരളത്തിലെ ഓരോ മഹതികളും മഹാന്മാരും പറഞ്ഞുള്ള പ്രസ്താവനകളൊക്കെ കേട്ട അവരെയൊക്കെ കുത്തിനെ പിടിച്ച് നിർത്താനൊക്കെ അതിനുള്ള ശേഷിയൊക്കെ ഭാരതത്തിനുണ്ട്. അതിലേക്ക് ഇറങ്ങിയാൽ ഇവരാരും എങ്ങോട്ടൊക്കെ ഓടും. കൊലവിളി. പെന്തക്കോസുകാരെ കാണുമ്പോ എനിക്ക് ഛർദിക്കാൻ വരും. വിവരമില്ലാത്ത, ബോധവും പൊക്കണോ ഇല്ലാത്ത കുറെ എണ്ണങ്ങൾ. ഞാൻ തുപ്പും പെന്തക്കോസുകാരെ കണ്ട. കമ്മതുമില്ല, മാലയില്ലാത്ത കുറെ എണ്ണങ്ങൾ, വൃത്തികെട്ട എണ്ണങ്ങൾ. കൊലവിളി. ബൈബിള് അസംബന്ധങ്ങളുടെ ആകത്തുകയാണ്, വൈരസ്യങ്ങളുടെ ആകത്തുകയാണ്, നുണകളുടെ എൻസൈക്ലോപീഡിയ ബൈബിള്. യാതൊരു ആധികാരികയില്ലാത്ത ഒന്ന്. ലോകത്തിൽ എഴുതപ്പെട്ട ഏറ്റവും ഈ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും നികൃഷ്ടമായ കൃതി ബൈബിളാണെന്ന് ഞാൻ പറയും. കൊലവിളി. ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ല എന്നത് വേറെ കാര്യം, അത് മിഥ്യയാണ്. ചരിത്രം പഠിച്ചവർക്കറിയാം, ബൈബിളിന് പുറത്ത് മറ്റൊരു ചരിത്രരേഖയിലും യേശു ജീവിച്ചിരുന്നതായിട്ട് ഒരു രേഖ പോലുമില്ല. എന്നാൽ കൊലവിളി. ചാകുന്നതിന് മുമ്പ് യേശു എന്തിനാണ് മറിയയെ തന്റെ ലൈംഗിക പങ്കാളിയായ യോഹന്നാന് കൂട്ടിക്കൊടുത്തത്? യോഹന്നാൻ യേശുവിന് ആസ് കൊടുത്തപ്പോ, മനസ്സിലായോ, കുണ്ടി കൊടുത്തപ്പോ യേശു അതിന്റെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന് പറയുന്നത് പോലെ യേശുവിന്റെ സ്വന്തം തള്ളയെ യോഹന്നാന് കൂട്ടിക്കൊടുത്തു. അതാണ് ബൈബിൾ കഥ. കൊലവിളി. இதே கிறிஸ்தவ மதத்தினர் ஓட ஓட துரத்தெடுக்கப்படக்கூடிய காலத்தை இந்த நாடு பார்க்க இருக்கிறது. ഈ KA തോമസ് നടത്തിയ കൊലവിളി. ഈ KA തോമസ് ഭാഷി എന്താണ് ഇവിടെ വിളി നടത്തിയത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഈ താഴെ ആരാധനയ്ക്ക് കയറാതെ വണ്ണം സഹോദരിമാരെ വരെ അവിടുത്തെ വനിതാ ഗുണ്ടകൾ ആക്രമിക്കുന്ന ഫോട്ടോകൾ കാണുവാനായി തീർന്നു. പാവപ്പെട്ട വിശ്വാസികൾ, സഹോദരന്മാർ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അതേപോലെ സഹോദരിമാരെ വരെ തന്നെ ഈ വനിതാ ഗുണ്ടകൾ വന്ന് ആക്രമണം നടത്തി. അപ്പോ അതിന് അവരുടെ ഭാഷയിൽ സഭയ്ക്കകത്ത് വെച്ച് അവർ വികാര പ്രകടനത്തിലൂടെ വെളിപ്പെടുത്തി. എന്ത് പറഞ്ഞു? ഞങ്ങൾ നിങ്ങളെ വെട്ടുമെന്ന് പറഞ്ഞു, ഭാരതത്തിൽ നിന്ന് ഓട്ടിക്കുമെന്ന് പറഞ്ഞോടാ. ഇവിടെ 2024 ആവുമ്പം ഇവിടെ നിന്ന് നിങ്ങളെല്ലാം കടത്തിവിടുമെന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ ഒരു മിഷണറിയെ കൊന്നുകഴിഞ്ഞാൽ ഇത്ര ഇനാം ഞങ്ങൾ നിങ്ങൾക്ക് തരാം എന്ന് മഹാരാഷ്ട്രയിൽ പറഞ്ഞു. അതേപോലത്തെ കാര്യമെല്ലാം പറഞ്ഞോ? നിർബന്ധിച്ച് ജയ് ശ്രീരാമൊക്കെ വിളിപ്പിക്കും പോലെ നിർബന്ധിച്ച് ഹല്ലലിയോ എല്ലാം പിന്നെ വിളിക്കാൻ വേണ്ടി പറഞ്ഞോ? യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്ത ആധുനിക ടെക്നോളജി, സയൻസ്, കുമ്പിന്റെ അകത്ത് റേഡിയം, മറ്റേ റേഞ്ച്, ഇങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകളൊക്കെ നിങ്ങളെ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചോ? ഒന്നുമില്ലല്ലോ. ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം വെളിപ്പെടുത്തി. എന്താണ് പ്രസംഗം? ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ഗൂഗിളിലേക്ക് എത്താം. അടിക്കാൻ വരുന്നവരും വെട്ടാൻ വരുന്നവരൊക്കെ ഒരു കാര്യം ഓർത്തോണം. ഞങ്ങളുടെ കൂടെ നല്ല ചെറുപ്പക്കാരുണ്ട്. ഈ പണിയൊക്കെ നല്ലപോലെ വൃത്തിക്ക് ചെയ്ത് പൈസ മേടിച്ചുകൊണ്ടിരുന്നവരാണ്. ഞങ്ങളിപ്പോൾ പരിപാടിയൊക്കെ നിർത്തിവെച്ചിരിക്കുക. വാളെടുക്കാനും വീശാനും വെട്ടാനും അംഗം പുറം തടലും വാരിത്തടലും കോരിത്തടലും കുൻഫും കത്താസും കരാട്ടയും മൈഗിരിയൊക്കെ അറിയാവുന്ന പിള്ളേർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു, അരുൺ സാറിനോട് പറഞ്ഞു, അദ്ദേഹമാണ് പത്തനംതിട്ടയിലെ SHO. ഞാൻ രാവിലെ CMന്റെ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തെയാണ് കിട്ടിയത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാറേ, രാവിലെ ഞങ്ങളെ തല്ലിയവരെ ഉച്ച കഴിഞ്ഞ് അടിക്കാൻ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഞങ്ങളത് ചെയ്യത്തില്ല. ഈ പുസ്തകം ഞങ്ങളതിനെ പഠിപ്പിക്കുന്നില്ല. അല്ലാതെ BJPക്കാർക്കും RSSകാർക്കും മാത്രമല്ല അടിക്കാനും വെട്ടാനും അറിയാവുന്നത്. ഇതറിയാവുന്ന ഒത്തിരി ക്രിസ്ത്യാനികൾ കേരളത്തിലുണ്ട്. ക്രിസ്ത്യൻ ആരാധനാലയത്തിൽ അക്രമം കാട്ടിയ RSS പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് DYFI പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. ഗൂഗിളിലേക്ക് ഒരിക്കൽ കൂടി. BJP പ്രവർത്തകർക്കെതിരായിട്ട് കൃത്യമായിട്ട് കൊലവിളി നടത്തിയിരിക്കുകയാണ് ഈ KA തോമസ് എന്ന് പറയുന്നത്. യെസ്, ഗൂഗിൾ തുടരുക. എന്താണ് സംഭവിക്കുന്നത്? ആരാണ് കൊലവിളിക്കുന്നത്? ഓമലൂരിലെ പെന്തക്കോസ്ത പ്രാർത്ഥനാ കേന്ദ്രത്തിനെതിരെ RSS നടത്തിയ അക്രമം അംഗീകരിക്കാനാവില്ലെന്ന DYFI ജില്ലാ സെക്രട്ടറി വിഷ്ണു ഗോപാൽ. കൊലവിളി. എന്നാൽ സംഘപരിവാർ നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലടക്കം ഈ പറയുന്ന ക്രിസ്ത്യൻ സമുദായത്തിനെതിരെയും ഈ പറയുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിൻ്റെ ഒരു
നേർക്കാഴ്ച തന്നെയാണ് നമുക്ക് ഓമല്ലൂർ കാണാൻ വേണ്ടി കഴിഞ്ഞത്. സോഷ്യൽ മീഡിയ തുറന്നാൽ കർമ്മയും പിന്നെ ജനവും മനവും എല്ലാം ഇപ്പം പാസ്റ്റർമാർ മുറവിളി വെല്ലുവിളി, അയ്യോ മുറവിളിയും വെല്ലുവിളികളും അറിഞ്ഞുകൂടാത്ത ടീം. അവിടെ പള്ളി പൊളിക്കാൻ, ആരാധന നടത്താതിരിക്കാൻ, പിന്നെ ചർച്ചിന്റെ വീട്ടിൽ വ്യാപപ്പെട്ട വിശ്വാസികളെ, സഹോദരിമാർ ഉൾപ്പെടെയുള്ള വിശ്വാസികളെ ആക്രമിച്ചതിനെ തുടർന്ന് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള രാഷ്ട്രത്തിൽ ഒരു പ്രതിഷേധ മീറ്റിംഗ് അല്ല, ഒരു സഭാരാധന നടത്തി. അതിനകത്ത് വെച്ച് പിന്നെ അവർ സംസാരിച്ച അവരുടെ വികാര പ്രകടനങ്ങൾ, ഇവിടെ സംസാര സ്വാതന്ത്ര്യവും ഇല്ലേ, ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യവും, അതൊക്കെ എല്ലാം നിങ്ങൾക്ക് മാത്രം പിന്നെ സ്വന്തമാണോ? അത് അടിക്കാൻ വരുന്നവരും വെട്ടാൻ വരുന്നവരൊക്കെ ഒരു കാര്യം ഓർത്തോണം. അടിക്കാൻ വരുന്നവനും വെട്ടാൻ വരുന്നവനും ഒരു കാര്യം ഓർത്തോണം. ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേര് പറഞ്ഞ് നിരന്തരം അടിയും വെട്ടും കുത്തും നടക്കുന്നത് നമ്മൾ നിരന്തരം കാണുന്നതാണ്. പാവപ്പെട്ട സാധു പാസ്റ്റർമാരുടെ കുത്തിന് പിടിച്ചും പള്ളികൾ പൊളിച്ചും വിശ്വാസികളെ ഓട്ടിച്ചും, അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ നമ്മൾ കണ്ടതുപോലെ ആരാധന സ്വാതന്ത്ര്യം തടഞ്ഞ് വോൾട്ടേജ് ഹോമിൽ നടന്ന വിഷയത്തെ ചൊല്ലി പത്തനംതിട്ടയിൽ ആരാധിക്കാൻ വന്നവരെ വല്ലാതെ കഷ്ടപ്പെടുത്തിയ കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടതാണ്. ക്രിസ്ത്യാനിത്വത്തെയും ആരാധന സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്താൻ ശ്രമിക്കുന്നവരെയാണ് വെട്ടാനും കുത്താനും വരുന്നവരെന്ന് ഈ പാസ്റ്റർ ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ കൂടെ നല്ല ചെറുപ്പക്കാരുണ്ട്, ഈ പണിയൊക്കെ നല്ലപോലെ വൃത്തിക്ക് ചെയ്ത് പൈസ മേടിച്ചോണ്ടിരുന്നവരാ. ഞങ്ങളുടെ കൂടെയും നല്ല ചെറുപ്പക്കാരുണ്ട്, ഈ പണിയൊക്കെ വൃത്തിക്ക് ചെയ്ത് പൈസ മേടിച്ചോണ്ടിരുന്നതാ. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, 100% വാസ്തവമായ കാര്യമാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ ഈ യേശുവുമായി അല്ലെങ്കിൽ ഈ ദൈവസ്നേഹവുമായി കണ്ടുമുട്ടുന്നതിന് മുൻപ് ഈ ക്രിസ്ത്യൻ സഭകൾക്കകത്ത് വരുന്ന പലരും ഇതുപോലെയുള്ള പണികൾക്കും വെട്ടിനും കുത്തിനും കൊലപാതകങ്ങൾക്കും മറ്റു പല കേസുകൾക്കും അകപ്പെട്ടവരും ഗുണ്ടകളുമായിരുന്നവരാണ്. ഞങ്ങളിപ്പം ഈ പരിപാടിയൊക്കെ നിർത്തിവെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്നും ആ പണി തുടരുകയാണ് എന്നല്ല. വെട്ടാനും കുത്താനും ചാകാൻ മടിയില്ലാതെ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തുനിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു പലർക്കും. എന്നാൽ ഇന്ന് ദൈവത്തിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക് വന്നപ്പോൾ വാളും പരിചയമെല്ലാം ഉപേക്ഷിച്ച് അവർ വേദപുസ്തകമെടുത്തു. ഇന്ന് യേശുവിന്റെ അനുയായികളായി മാറി. ഒരു ചകിട്ടത്തടിച്ചാൽ മറു ചകിട്ട് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ യേശുവിന്റെ അനുയായികൾ. വീണ് 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 നീ ആലോചിച്ച് നോക്ക്, വടക്കേ ഇന്ത്യയിലും കേരളത്തിലും പലയിടങ്ങളിൽ എവിടെയെങ്കിലും പെന്തക്കോസുകാര് പിന്നെ എവിടെയെങ്കിലും റോഡ് ഉപരോധിച്ചോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വണ്ടി തടഞ്ഞോ, എവിടെയെങ്കിലും അടിയുണ്ടാക്കിയോ, ഏതെങ്കിലും ക്ഷേത്രത്തില് പിന്നെ ശബ്ദ മലിനീകരണം എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രത്തില് നിങ്ങൾ തള്ളിക്കയറി വന്ന പോലെ വിശ്വാസികളെ തടഞ്ഞോ, എന്തെങ്കിലും ചെയ്തോടാ? മണ്ണ് വരെയല്ലേ താഴാൻ പറ്റൂ, മനുഷ്യനല്ലേ. അവർക്ക് അടിക്കാനും വെട്ടാനും കുത്താനും ഒക്കെ അറിയാം. വാളെടുക്കാനും വീശാനും വെട്ടാനും അങ്ങൻ തടലേം പുറം തടലേം വാരിത്തടലേം കോരിത്തടലേം കുൻഫും കത്താശം കരാട്ടയും മൈഗിരിയൊക്കെ അറിയാവുന്ന പിള്ളേർ ഞങ്ങളുടെ ഉണ്ട്. ഇന്ന് വെട്ടും കുത്തും കൊട്ടേഷനും ഒക്കെ നിർത്തിയെന്നേ ഉള്ളൂ. പക്ഷേ അന്ന് പഠിച്ച ആ അടവ് അല്ലെങ്കിൽ അഭ്യാസമുറകൾ അതിന്നും നന്നായിട്ടറിയാം. ഒരുപക്ഷെ അടിക്കുന്നവന്റെ മുൻപിൽ ഒരു ചകിട്ട് കാണിച്ചു കൊടുക്കും. പക്ഷേ അടിയുടെ വേദന കൂടുമ്പോൾ കൈകൊണ്ടൊന്ന് തടുത്താൽ അത് ചിലപ്പോ അഭ്യാസമുറകൾ പഠിച്ചവനായതുകൊണ്ട് ഏതെങ്കിലും മർമ്മത്തിൽ കൊണ്ടാൽ അവന്റെ കാര്യം പോക്കാം. അപ്പൊ യവന്മാര് തിരിച്ചടിക്കൂല, പ്രതികരിക്കൂല. യവന്മാരുടെ മാർഗം ഇതാണ്, ഒരു ഇങ്ങോട്ട് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ബലഹീനരെന്ന് അറിഞ്ഞിട്ട് ഈ തരത്തിലൊക്കെ കുതിര കയറാൻ വന്നപ്പോ ഇത്തിരി ചോരത്തിളപ്പും ആ നിയമങ്ങളൊക്കെ കയറുന്നവര് അവരുടേതായ ഭാഷയിൽ വെട്ടും കൊല്ലുമെന്നല്ല. ഡേയ് എന്താണ് പറഞ്ഞത്? ഞങ്ങളും മേഴകളൊന്നും അല്ല, ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം. ഞങ്ങൾക്ക് വടിവാളറിയാം, ഞങ്ങൾക്ക് തോക്കറിയാം, ഞങ്ങൾക്ക് ബോംബറിയാം. ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും കേട്ടൊക്കെ ഉള്ള അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. ഊരിപ്പിടിച്ച വാളിന്റെ ഇടയിലൂടെ എന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. ഇതൊക്കെ ഇല്ല, ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് 2 കൈയും 2 കാലുമുണ്ട്, നിങ്ങളെ പോലെയുണ്ട് എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് ഞങ്ങൾക്കും അറിയാം, പ്രതികരിക്കാം. പക്ഷേ ഞാന് നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു, അരുൺ സാറിനോട് പറഞ്ഞു, അദ്ദേഹമാണ് പത്തനംതിട്ടയിലെ SHO. ഞാൻ രാവിലെ CMന്റെ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തെയാണ് കിട്ടിയത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാറേ രാവിലെ ഞങ്ങളെ തല്ലിയവരെ ഉച്ച കഴിഞ്ഞ് അടിക്കാൻ ഞങ്ങൾക്ക് അറിയാം. സാറേ രാവിലെ ഞങ്ങളെ തല്ലിയവരെ ഉച്ച കഴിഞ്ഞ് അടിക്കാൻ ഞങ്ങൾക്കറിയാം, പക്ഷെ ഞങ്ങളത് ചെയ്യത്തില്ല. ഈ പാസ്റ്റർ പറയുന്നത് അഭ്യാസമുറകളെല്ലാം അറിയാം, അതുകൊണ്ട് ഒരുത്തൻ അടിക്കാൻ വന്നാൽ തിരിച്ചെങ്ങനെ തടുക്കണമെന്നും അടി കൊടുക്കണമെന്നും നന്നായിട്ട് അറിയുന്നവരാണ് ഞങ്ങളോട് കൂടെയുള്ളവർ.
പക്ഷേ ഞങ്ങളത് ചെയ്യുന്നില്ല. ആ വാക്ക് ശ്രദ്ധിക്കണം. ഇന്നലകളിൽ പഠിച്ച അഭ്യാസ മുറകൾ ഇന്ന് അറിയാമെങ്കിലും അതൊരു മനുഷ്യന്റെ നേരെ ആക്രമണത്തിന് ഉപയോഗിക്കാതെ എല്ലാം ദൈവസ്നേഹത്തിൽ ക്ഷമിച്ചു. അതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞത്. പക്ഷെ ഞങ്ങളത് ചെയ്യത്തില്ല. ഈ പുസ്തകം ഞങ്ങളതിനെ പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ ഈ പുസ്തകം എടുത്തത് കൊണ്ട് ഞങ്ങൾ പ്രതികരിക്കില്ല. എന്നല്ലേടാ പറഞ്ഞു. ഇതെങ്ങനെയാടാ മുറവിളിയാകുന്നത്? ഇതിനെ മുറവിളിയാക്കി ജനം ചാനലിലും കർമ്മ ചാനലിലും അങ്ങോട്ട് ഓളമിടി അതിനർത്ഥം പറയാം. അപ്പൊ ഇപ്പം ഈ അനാഥാലയവും വൃദ്ധസദനവും അവിടുത്തെ പീഡനം അടിയിലായോ? ഇത് തുടക്കത്തിലേ നിങ്ങളുടെ മനസ്സിന്റെ അടിയിലാണ്. അജണ്ട ഇതാ ഇപ്പൊ ഇങ്ങനെ വിടർത്തിക്കൊണ്ടിരിക്കുന്നു. പുസ്തകം ഞങ്ങളതിനെ പഠിപ്പിക്കുന്നില്ല. അതിന്റെ കാരണവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ പുസ്തകം, ആ എടുത്തുയർത്തിയ പുസ്തകം, അത് ബൈബിളാണ്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, യേശു എന്ന ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിൽ ജീവിച്ച് ക്രൂശിൽ യാഗമാകുമ്പോൾ തലയിൽ മുൾക്കിരീടവും കൈകാലുകളിൽ ആണിയും അടിച്ചിറക്കി കള്ളന്മാരുടെ നടുവിൽ കിടക്കുമ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്. യേശു ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ ഒരു വലിയ സ്നേഹം അതാണ് ഞങ്ങളുടെ ഉള്ളിൽ ഉള്ളത്. അതുകൊണ്ടാണ് അഭ്യാസമുറകൾ അറിയാമെങ്കിലും ഞങ്ങൾ മൗനം പാലിക്കുന്നതിന്റെ കാരണം. പക്ഷേ നിയമപരമായി ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയും. തോക്കില്ലാതെ, വാളില്ലാതെ, പീരങ്കിയും ബോംബുമില്ലാതെ സ്നേഹം കൊണ്ട് യുദ്ധം ചെയ്ത് ജയിച്ച ഒരാളായിരുന്നു യേശു ക്രിസ്തു. ആ ക്രിസ്തുവാണ് ഞങ്ങളുടെ മാതൃക. ഇന്ത്യൻ ഭരണ സംവിധാനം ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന സകല സ്വാതന്ത്ര്യത്തിലും ഞങ്ങൾ ഈ ഇന്ത്യയിൽ തന്നെ ജീവിക്കും. അല്ലാതെ BJP-ക്കാർക്കോ RSS-കാർക്കോ മാത്രമല്ല അടിക്കാനും വെട്ടാനും അറിയാവുന്നത്. ഇതറിയാവുന്ന ഒത്തിരി ക്രിസ്ത്യാനികൾ കേരളത്തിലുണ്ട്. ഗോകുൽ, ഇത് ഇയാൾ ആരാണ്? പാസ്റ്റർ ആണോ? അതായത് എന്തായാലും ഒരു ഗുണ്ടാ സംഘത്തിന്റെ തലവൻ സംസാരിക്കുന്നത് പോലെയാണ് ഇയാളുടെ വാക്കുകൾ. ഈ വാർത്ത കേൾക്കുന്ന ജനം ഒരു കാര്യം മനസ്സിലാക്കണം. വാസ്തവത്തിൽ അതൊരു കൊലവിളി അല്ലായിരുന്നു. അത് നീതിക്ക് വേണ്ടിയുള്ള അപേക്ഷയായിരുന്നു. ആരാധനയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി പ്രായമായവരെയും കുട്ടികളെയും അടക്കം തെരുവിൽ നിർത്തിയ BJP പ്രവർത്തകർക്കെതിരെയുള്ള ഒരു അപേക്ഷ പത്രം. ഞങ്ങൾക്ക് ആരാധിക്കാൻ സ്വാതന്ത്ര്യം വേണം. ഏതു മതത്തിൽ വിശ്വസിക്കാനും ഏതു മതത്തെ സ്വീകരിക്കാനും ഇന്ത്യൻ ഭരണകൂടം ഞങ്ങൾക്ക് തന്ന അനുവാദവും അവകാശവും അത് ഞങ്ങൾക്ക് വേണം എന്ന് മാത്രമാണ് ഈ പാസ്റ്റർ ഇവിടെ പറയുന്നത്. എന്നാൽ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനും മീഡിയ ഈ വാക്കുകൾ വളച്ചൊടിച്ച് ഒരു മതവിദ്വേഷം ഉയർത്തിക്കൊണ്ടുവരുവാനുമുള്ള ഗൂഢമായ ശ്രമമാണിത്. മതത്തിന്റെ പേരിൽ കലഹം സൃഷ്ടിക്കാനുള്ള ശ്രമം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുള്ള വാർത്തകൾ ജനം തിരിച്ചറിയണം. അല്ലെങ്കിൽ നിരപരാധിയായ ഇതുപോലെയുള്ള പാസ്റ്റർമാർ കുരുങ്ങും, ശിക്ഷിക്കപ്പെടും. മുറവിളികള് ഒന്നും അറിഞ്ഞുകൂടാത്ത മക്കൾ. ഇന്ത്യയിലെ ബാക്കി എല്ലാ സ്റ്റേറ്റുകളും ക്രിസ്ത്യാനിറ്റി ഉപദ്രവിക്കപ്പെടുകയാണ്. ചിലരുടെയൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് അതിശയമാണ്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചാൽ ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ ഭദ്രമാണ്. എന്നെ കള്ളത്തര പറഞ്ഞു പിടിപ്പിക്കണം. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചാൽ ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ എന്താണ്? സേഫാണ്. എൻ്റെ പൊന്നു സാറേ, അല്ല, ഞാൻ ഇന്ത്യയുടെ 28 സ്റ്റേറ്റിലും താമസിച്ചിട്ടുള്ള ആളാണ്. ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ ഭദ്രമല്ല. ആരാധനയ്ക്കെത്തിയ വിശ്വാസ സമൂഹത്തെ അവരുടെ ആരാധന സ്വാതന്ത്ര്യം തടഞ്ഞ ചില രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവൃത്തിയെ ഒരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ ഒക്കത്തില്ല. മതസ്വാതന്ത്ര്യം എല്ലാ മതങ്ങൾക്കും ഭരണഘടനയിൽ ഉറപ്പ് നൽകിയതാണ്. ആ ഭരണഘടനയിലെ ഉറപ്പും പ്രകാരം എല്ലാവരും ആരാധിക്കുമ്പോൾ ചില വ്യക്തികൾ തെറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരാരാധന മുഴുവൻ തടസ്സപ്പെടുത്തുന്നതും പ്രകോപനം ഉണ്ടാക്കുന്നതും ഗുണ്ടായിസം കാണിക്കുന്നതും 100% തെറ്റാണ്.